ഹലോ ഗേസ്, സമയം രാവിലെ 5:15 അപ്പം ഞങ്ങൾ ഈ 5:15 എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് ആദ്യം വിചാരിച്ചിരുന്നത്. കറക്റ്റായിട്ട് എവിടെ നിന്നാണെന്നറിയില്ല, കറക്റ്റ് 5 മണിയായപ്പോഴേക്കും എവിടുന്നോ ഒരു മഴ പെയ്തായിരുന്നു. അത് ഒരു ഒന്നൊന്നര മഴയായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ദൂരെ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് ഇട്ട് നേർച്ചയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത് ദൂരയാത്ര പോകുമ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്, നമ്മുടെ ദേശത്തെ ദേവി കാക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ പോയപ്പോൾ പറൂർക്കാവിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഏതിലെ പോകണം എന്നായിപ്പോയി, വഴി തെറ്റിയായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ പിന്നെ അപ്പുറത്തുള്ള ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു 3-4 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ പോകണം എന്നുള്ളത്. ഇൻസ്റ്റയിൽ വീഡിയോസും റീൽസൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു അമ്പലമായിരുന്നു ഇത്. അങ്ങനെയാണ് ഈ അമ്പലത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് തന്നെ. ഇത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ കുറുപ്പമ്പടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴും ചെറുതായിട്ടൊന്ന് ഏതിലെ പോകണം എന്നുള്ള ഇത് ഞങ്ങൾക്ക് വന്നായിരുന്നു, കൺഫ്യൂഷൻ. അങ്ങനെ പിന്നെ അവിടെ നിന്നേച്ചൊരു ചേച്ചിനോട് വഴി ചോദിച്ചപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഞങ്ങൾ പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി പുറത്ത് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് ആദ്യം. പിന്നെ അവിടെ നിന്ന് വെച്ചൊരു ചേട്ടന്മാർ അകത്തോട്ട് കയറ്റിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി അകത്തോട്ടൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഊരി എല്ലാം റെഡിയാക്കി ഞങ്ങൾ വെക്കുമായിരുന്നു. ആ അമ്പലത്തിൽ എത്തിയപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടിയൊരു ഫീലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടി നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടി. ഭയങ്കരമായിട്ടുള്ളൊരു ഫീലായിരുന്നു അവിടെ. 2 സൈഡും കാടൊക്കെ ആയിട്ടായിരുന്നു. 2 സൈഡും കാട്, അതിന് നടുക്കിൽ കൂടി നടക്കാനൊരു വഴി, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അമ്പലമായിരുന്നു ഇത്. അമ്പലത്തിനടുത്ത് തന്നെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ മുന്നേ ഒരു പോസ്റ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുളം അവിടെ പൂട്ടിയൊക്കെ ഇട്ടേക്കണമായിരുന്നു, ഗേറ്റിൽ താക്കോലൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നേരെ അകത്തോട്ട് കയറി അമ്പലത്തിലെത്തിയായിരുന്നു. അമ്പലത്തിലെത്തിയപ്പോഴേക്കും എന്തോ ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ കൊണ്ട് മൂടിയ സൈസായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ വേഗം കയറി തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിടുത്തെ പ്രതിഷ്ഠനെ വലം വെക്കാനായിട്ട് ഇറക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നിറച്ച് എന്താ പറയുക, ഒരു അട്ടയായിരുന്നു, ഭയങ്കര വലിയ സൈസ് അട്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ടായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റീൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അമ്പലമായിരുന്നു അത്. ഞങ്ങളുടെ ഇഷ്ടത്തിന് കുറേ വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ നിറച്ച് അട്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ വെറുതെ നടന്ന് പോവുകയല്ലേ എന്ന് എഴുതിയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പയ്യെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു അത്. അവിടെ തന്നെ പിന്നെയും കുറച്ച് നേരം കൂടി ഇരിക്കാൻ തോന്നുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിലെത്തണം, പിന്നെ ചേച്ചിയുടെ വീട്ടിലോട്ടൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് വേഗം ഞങ്ങൾ തൊഴുതിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോന്ന് ആസ്വദിച്ച് പയ്യെ ഇരുന്ന് നടന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിട്ടൊക്കെ പയ്യാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ അത്രയും ദൂരം ഓടിച്ചു കണ്ടിട്ട് എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നത് വഴിയൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. വെച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ വഴികളൊക്കെ ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ വാതിലൊക്കെ അടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തിരുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു അവിടെ ഇരുന്നിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലങ്ങനെ എടുക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴേക്കും ഈ 2 കുരുപ്പുകൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുങ്ങളെയും കുത്തിപ്പൊക്കിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഉണ്ണി വീഡിയോന് വരുന്നില്ല എന്ന് പറഞ്ഞു, അവൻ വീഡിയോന് വരുന്നില്ല എന്നും പറഞ്ഞ് ഓടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചേച്ചി ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കനാല് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞാൽ ആ പിള്ളേർ 2 കൂടി ഞങ്ങൾ കനാല് കാണിക്കാൻ കൊണ്ടുപോവാണ്. ചേട്ടൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു കാളനൊക്കെ ഉണ്ടായിരുന്നു. ചുമല കണ്ടാൽ കുത്തും എന്നുള്ള കാരണം 2 ഞങ്ങളുടെ ഒപ്പം വന്ന് ചുമല എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയോ ഇപ്പുറത്തേക്ക് എത്തി, പക്ഷേ ബാക്കി 3 അപ്പുറത്തെ സൈഡിൽ കാളയുടെ ഇടയ്ക്ക് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വടിയെടുത്ത് ഓടിച്ചിട്ടൊക്കെയാണ് അവർ വന്നത്. ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. വെള്ളത്തിലെന്ന് വെച്ചാൽ നല്ല ഒഴുക്കും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള തെളിവെള്ളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവൻ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഏതോ കാട്ടിലൂടെയൊക്കെ നടത്തിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് എത്തിച്ച്
അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമായിരുന്നു. അത്രയും നേരവും ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴ കിട്ടിയായിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ പോരുന്ന വഴിക്ക് ചേച്ചിയുടെയും അമ്മായിയുടെയും ഒരേ സാരി വീതം ഞാനങ്ങ് എടുത്തായിരുന്നു എനിക്ക് തയ്ക്കാനായിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവർക്ക് രണ്ടുപേർക്ക് ടാറ്റ പറഞ്ഞിറങ്ങി. അപ്പോൾ ഉണ്ണി ഞങ്ങളോട് ഇവിടെ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് വണ്ടിയിൽ കയറിയായിരുന്നു. പിന്നെ അവനോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവനോടും ടാറ്റ പറഞ്ഞ് അങ്ങനെ പോകുന്ന വഴിക്കാണ് എനിക്കൊരു റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതും കഴിച്ചിട്ടൊക്കെയാണ് അങ്ങോട്ട് പോയത്. പോകുന്ന വഴിക്ക് നല്ല മഴക്കാരും പോരാത്തിന് ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു. ഹൈവേ കയറേണ്ട ഞങ്ങൾ ഹൈവേ കയറാണ്ട് കറങ്ങിയായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വിധത്തിലെത്തി. അപ്പം ഇന്നത്തെ